ചാരി ഇരിക്കാൻ തോന്നുന്നു. കസാല ഇരുന്നാൽ കസാര എന്നല്ല അല്ലേ, എന്നാൽ ചാരി ഇരിക്കും ചെയ്യാനോ. ഇവിടെയൊക്കെ ചെയർ കുറച്ചുകൂടി മതി. ഒന്നുകൂടി മതിയാളി. എത്രാമത്തെ ആയത്തിൻ്റെ നമ്മളത്? മുപ്പത്തൊന്നല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذي لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. അവിടെ അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വന്നോന്ന് നോക്കിയാണ്. അലിഫ്, വാവ്, യാ, അതിന് ശേഷം ഹംസ വരിക. അത് ആ ആയാലും ഈ ആയാലും ഊ ആയാലും. അത് എത്ര ഉണ്ട് നോക്കിയാണ്. അലിഫ്, വാവ്, യാ, ഇതിലേതെങ്കിലും ഒരു മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നത് എവിടെയൊക്കെയുള്ളത് നോക്കിയാണ്. എവിടെയൊക്കെ ഔ ആബാഇ, ബാ കഴിഞ്ഞിട്ട് ഹംസ കണ്ടില്ലേ. ഔ ആബാഇഹിന്ന, അവിടെ അലിഫിന്റെ ശേഷം എന്ത് വന്നു? ഹംസ വന്നു. ഇനി ഔ ആബാഇ ബുഊലതിഹിന്ന, അവിടെയും ബാ എന്നുള്ള അലിഫിന്റെ ശേഷം ഹംസ വന്നു. ഔ അബ്നാഇന്ന, അവിടെ അലിഫിന്റെ ശേഷം ഹംസ വന്നു. ഔ അബ്നാഇ, അവിടെയും അലിഫിന്റെ ശേഷം ഹംസ വന്നു. പിന്നെ ഔ ബനി ഇഖ്വാനിഹിന്ന,
അല്ലേ? അവിടെയും ബനി എന്നുള്ള യാന്റെ ശേഷം ഹംസ വന്നു. ഔ ബനി അഖവാതിഹിന്ന, അവിടെയും അലിഫിന്റെ ശേഷം അല്ല യാന്റെ ശേഷം ഹംസ വന്നു. പിന്നെ ഔ നിസാഇഹിന്ന, നിസാ എന്നുള്ള അലിഫിന്റെ ശേഷം ഹംസ വന്നു. പിന്നെ ഇവിടെ വന്നണോ? ഇല്ല. വത്തു ഹംസ വന്നാൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? 4 to 6 നീട്ടിക്കൊള്ളണം. 4 മുതൽ 6 മിനിമം 4 നീട്ടണം എന്നർത്ഥം. അപ്പൊ അവിടേക്ക് എങ്ങനെ ഓതണം? ആബ ഇന്ന് ഓതിയാ പോരാ. അപ്പൊ എന്ത് ഓതണം? ആബാ ഇ ഉണ്ടല്ലേ, അബ്നാ ഇ, അങ്ങനെ ഓതണം എന്നാണ് അത് പഠിപ്പിക്കണം. ഇനി മറ്റൊന്ന്, മിൻ സാക്കിനായ നൂനിന്റെ ശേഷം ചിലപ്പോൾ ഈ ഹംസ വരും. ഈ ഹംസ ഇപ്പോൾ ഇവിടെ അലിഫിൻ്റെ വാവിൻ്റെ ശേഷം, ഈ നൂനിന്റെ ശേഷം ഹംസ വരും. അപ്പം വന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ ചെയ്യണം. മിൻ എന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. അപ്പോൾ സാക്കിനായ നൂനിന്റെ ശേഷം ഹംസ വന്നാൽ, അലിഫ് വാവ് യാന്റെ ശേഷം വന്നാൽ നീട്ടണം. സാക്കിനായ നൂനിന്റെ ശേഷം വന്നാലോ ഇൽഹാർ ചെയ്യണം. അതാണ് മറ്റൊന്ന്. അതിനൊരു ഉദാഹരണമാണ് മാ ലഹറ മിൻ ഹ. അവിടെ നൂനിന്റെ ശേഷം ഹ എന്ന അക്ഷരം വരുന്നുണ്ട്, ഹംസ അല്ലാത്ത ഹ വരുന്നുണ്ട്. അവിടെയും ഇൽഹാറാണ് ചെയ്യേണ്ടത്. പിന്നെ വേറെ അവിടെ നൂന് വന്ന് നോക്കിയാണ്, വേറെ എവിടെ ഉണ്ടോ? എവിടെയല്ലേ? ഇല്ല, വേറെ എവിടെയും നൂന് വന്ന് കാണില്ല. അപ്പം അതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഇത്. പിന്നെ ആദ്യം തന്നെ പറഞ്ഞ എന്താ? വക്കുൽ ലി. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ലാമിലേക്ക് ഇത് കാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? വക്കുല്ലിൽ മുഅ്മിനാത്തി, വക്കുൽ ലി എന്ന് പറയണ്ടെന്നാ, വക്കുല്ലിൽ മുഅ്മിനാത്തി, വക്കുല്ലിൽ മുഅ്മിനാത്തി. പിന്നെ യഗ്ളുദ്ന, ആദ്യത്തെ ലാദിന് എന്താ ഹർക്കത്ത്? ശരിക്കും നോക്കിയാണെങ്കിൽ ഖുറാനിൽ നോക്കിയാണെങ്കിൽ എന്താ ഹർക്കത്ത്? ലമ്മ് അല്ലേ? യഗ്ളുദ്ന എന്നല്ല, യഗ്ളുദ്ന. ആദ്യത്തേനും ലമ്മാണ്. പിന്നെ മിൻ അബ്സ്വാരിഹിന്ന, ആ നൂനിന് എന്ത് ചെയ്യണം? ഉന്നത്തോടു കൂടി പറയണം. പിന്നെ വയഹ്ഫളിന ഫുറൂജഹുന്ന, തരിമൂക്ക് തരിപ്പിച്ച് തന്നെ പറയണം. വലാ യുബ്ദീന സീനതഹുന്ന, അങ്ങനെ തരിപ്പിച്ച് തന്നെ പറയണം എന്നുള്ളതാണ്. തരിമൂക്ക് തരിപ്പിച്ച് പറയണം. വേറെ പൈലെന്താ ഉള്ളത്? നിങ്ങൾക്ക് സംശയമുള്ളത് ചോദിച്ചോളി, അത്ര മതി ഇന്ന്. ഇതുണ്ടോ? എന്നാ പറഞ്ഞോളി. വക്കുൽ എന്നാണെന്താ? നബിയെ താങ്കൾ പറയുകയും ചെയ്യുക. ഒരു വാവുണ്ടല്ലോ അവിടെ അല്ലേ? പറയുകയും ചെയ്യുക. ആരോട്? ലിൽ മുഅ്മിനാത്തി. മുഅ്മിനാത്ത് പറഞ്ഞാൽ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയുക, സത്യവിശ്വാസിനികളോട് പറയുക. യഗ്ളുദ്ന, അവർ നിയന്ത്രിക്കട്ടെ. മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ അല്ലെങ്കിൽ നിയന്ത്രിക്കട്ടെ. വയഹ്ഫളിന, അവർ കാത്തു സൂക്ഷിക്കട്ടെ. ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിക്കട്ടെ. വലാ യുബ്ദീന, അവർ വെളിപ്പെടുത്തരുത്, വ്യക്തമാക്കരുത്. സീനത്തഹുന്ന, പ്രകടമാക്കരുത്. സീനത്തഹുന്ന, അവരുടെ സൗന്ദര്യഭാഗം, അവരുടെ അലങ്കാരം, സൗന്ദര്യഭാഗം വെളിപ്പെടുത്തി നടക്കരുത്. ഇല്ലാ മാ ലഹറ മിൻഹ, അവയിൽ നിന്ന് പിന്നെ സ്വയം വെളിപ്പെട്ടതൊഴികെ എന്ന് പറഞ്ഞാൽ ബാഹ്യമായതൊഴികെ, പ്രകടമായത് ഒഴികെ. വൽ യദ്രിബ്ന ബിഹുമുരിഹിന്ന, അവരവരുടെ ശിരോവസ്ത്രം താഴ്ത്തി ഇട്ടുകൊള്ളട്ടെ. അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിന്മേൽ. വലാ യുബ്ദീന, അവരെ വെളിപ്പെടുത്തരുത്. സീനത്തുഹുന്ന, വെളിവാക്കരുത്. സീനത്തുഹുന്ന,
അവരുടെ ശരീര ഭംഗി അല്ലെങ്കിൽ അലങ്കാരം. ഇല്ലാ ലിബുലത്തിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർക്കൊഴികെ. ഔ ആബാഇഹിന്ന, അവരുടെ പിതാക്കൾക്കൊഴികെയും. ഔ ആബാഇ ബുഉലത്തിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കൾ ഒഴികെയും. ഔ അബ്നാഇഹിന്ന, അവരുടെ സ്വന്തം മക്കൾ ഒഴികെയും. ഔ അബ്നാഇ ബുഉലത്തിഹിന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മക്കൾ ഒഴികെയും. ഔ ഇഖ്വാനിഹിന്ന, അവരുടെ ആങ്ങളമാർ സഹോദരന്മാർ ഒഴികെയും. ഔ ബനി ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരന്മാരുടെ പുത്രന്മാർ ഒഴികെയും. ഔ ബനി അഹ്വാത്തിഹിന്ന, അവരുടെ സഹോദരിമാരുടെ പുത്രന്മാർ ഒഴികെയും. ഔ നിസാഇഹിന്ന, അവരെപ്പോലുള്ള മുസ്ലിങ്ങളായ സ്ത്രീകൾ ഒഴികെയും. ഔ മാ മലക്കത്ത് അയ്മാനുഹുന്ന, അവരുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾ ഒഴികെയും. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ലൈംഗിക ആസക്തിയില്ലാത്ത പരിചാരകരായ പുരുഷന്മാർ ഒഴികെയും. അവിത്തിഫിലിൽ ലദീന ലം യൽഹറു അല ഔറാത്തിൻ നിസാ, സ്ത്രൈണ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികളൊഴികെയും. ഔറാത്തുൻ നിസാ എന്ന സ്ത്രീകളുടെ നഗ്നഭാഗത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികളൊഴികെയും. വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന, അവരുടെ കാലിട്ടടിച്ചുകൊണ്ട് അവർ നടക്കരുത്, കാലിട്ടടിക്കരുത്. ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, അവരുടെ ഭംഗിയിൽ നിന്ന് ഗോപ്യമായി വെച്ചത് രഹസ്യമാക്കി വെച്ചത് അറിയിക്കാൻ വേണ്ടിയിട്ട് കാലിട്ടടിക്കരുത്. വതൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് പക്ഷാതപിക്കുക. അയ്യു അൽ മുഅ്മിനൂൻ, ഓ സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും വിജയം ലഭിച്ചേക്കാം, അല്ലെങ്കിൽ വിജയം കിട്ടാൻ വേണ്ടി. എന്തൊക്കെ പൈൽ പറയുന്നത്? നേരത്തെ ഉള്ള ആയത്ത് എന്തേനു? നേരത്തെ എന്തേനു നമ്മളെ വിഷയം? ആണുങ്ങളോട് പറഞ്ഞു അല്ലേ, വക്കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം എന്നവിടെ പറഞ്ഞു. ആണുങ്ങൾ എന്ത് ചെയ്യണം? സത്യവിശ്വാസികളായ പുരുഷന്മാർ അവരുടെ കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞു. ഇവിടെയോ സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും എന്തു പറഞ്ഞു? അവരുടെ കണ്ണ് നിയന്ത്രിക്കണം എന്ന് അല്ലാഹു തആല വീണ്ടും പറയണം. എന്താ അപ്പോൾ അവിടെ ചിന്താവിഷയം? എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആണുങ്ങളെപ്പറ്റി പറഞ്ഞാൽ തന്നെ അത് പെണ്ണുങ്ങൾക്കും ബാധകമാവൂലേ? പിന്നെന്താ പെണ്ണുങ്ങളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്? അത് ഒരു ചിന്താവിഷയം. കാരണം വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അത് ആണും പെണ്ണുമായ സത്യവിശ്വാസികൾക്കും ബാധകമാണ്, സത്യവിശ്വാസിനികൾക്കും ബാധകമാണല്ലോ. അങ്ങനെ പറയുന്ന ഖുർആൻ ആണുങ്ങളോട് തന്നെ പറഞ്ഞാൽ പോരെ? സ്വാഭാവികമായിട്ടും അത് പെണ്ണിനും ബാധകമാവില്ലേ? അല്ലേ? വിശുദ്ധ ഖുർആനിൻ്റെ നിയമങ്ങൾ ആണിനും പെണ്ണിനും ബാധകമാവില്ലേ? പിന്നെ എന്തിനാണ്? ഒരേ കാര്യമാണ്. കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞാൽ ആണിനോടും പറഞ്ഞു, പെണ്ണിനോടും പറഞ്ഞു. എന്നാൽ എല്ലായിടത്തും അങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു? ഒരു ചിന്താവിഷയം അത്, അല്ലെങ്കിൽ ആവർത്തിച്ചത് എന്തുകൊണ്ടാണ്? പിന്നെ തിരിച്ചു വരിക, വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അവരുടെ കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി നബിയെ താങ്കൾ പറയണം. എന്തിനായിരിക്കും അത് ആവർത്തിച്ച് പറഞ്ഞത്? ആവർത്തിച്ച് പറയുമ്പോൾ അതിലൊരു സ്വരവ്യത്യാസമുണ്ട്. എന്താ സ്വരവ്യത്യാസം? ഒരു കാര്യം ഒന്നുകൂടി ശക്തി കൂട്ടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആവർത്തിച്ച് പറയുന്നത്. രണ്ടാമത്, കാലാന്തരത്തിലൂടെ ഒരു പക്ഷേ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യും. കണ്ണ് താഴ്ത്താൻ പറഞ്ഞത് ആണിനോടല്ലേ, പെണ്ണിനോട് താഴ്ത്താൻ പറഞ്ഞിട്ടില്ലല്ലോ
എന്നൊരു പക്ഷേ കാലാന്തരത്തിലൂടെ മനുഷ്യൻ അവൻ്റെ യുക്തി കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചേക്കാം. അപ്പം അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ ഇടവരണ്ട. മറിച്ച് ആണുങ്ങളുടെ കണ്ണ് താഴ്ത്താൻ പറഞ്ഞതുപോലെ തന്നെ പെണ്ണിനോടും കണ്ണ് താഴ്ത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയും. എന്താ അപ്പോൾ ആണിനോട് പറഞ്ഞതിൽ മറ്റൊരു യുക്തിയുണ്ട്. കാരണം ആണിന് പിന്നെ വേഗം വികാരളക എപ്പോഴാ അവൻ്റെ ഇച്ഛകളെ ഉദ്ദീപിപ്പിക്കുന്നത് എപ്പോഴായിരിക്കും? മനുഷ്യൻ എപ്പോഴാണ് ഉണ്ടാവുക? കാണുമ്പോഴാണ്. എന്നാൽ സ്ത്രീകൾക്കോ കണ്ടു ചാച്ചത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒന്ന് മാന്തി വയ്ക്കുക, നിങ്ങൾ എന്താ ഉണ്ടാവുക? കുടുങ്ങും അല്ലേ? അപ്പം തൊടാൻ പോണ്ട. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് നമ്മൾ ആണുങ്ങൾ തോണ്ടുക? എപ്പോഴാണ് തോണ്ടുക? അതും കണ്ണുകൊണ്ട് നോക്കുമ്പോഴേ തോണ്ടുള്ളൂ അല്ലേ? കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ തോണ്ടലും ഉണ്ടാവുക. അപ്പം അതും വേണ്ട. അതിനാണ് സത്യവിശ്വാസികളുള്ള സ്ത്രീകളോട് എന്താ പറഞ്ഞത്? വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പം കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കുള്ള ഒരു ബന്ധമാണ്. അതാണായാലും പെണ്ണായാലും. ഇതുപോലെ പനി വരുന്ന എന്തിനാ? പനി എന്തിനാ വരിക? എന്തോ ഒരു രോഗമുണ്ട്, മരണത്തിലേക്കുള്ള അടയാളമാണേത് ശരിക്കും പനി എന്ന് പറയുന്നത് അല്ലേ? മനുഷ്യൻ്റെ സെല്ലുകളൊക്കെ ആകെ ക്ഷയിച്ചിട്ടുണ്ട്. വളരെയധികം ക്ഷയിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? പനി വരുന്നത്. അല്ലെങ്കിൽ മറ്റെന്തോ രോഗം അതിൻ്റെ അകത്തുണ്ട് എന്നറിയിക്കാനാണല്ലോ വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാശം, മരണം അതിൻ്റെ അടയാളമാണ് ഏത്? പനി എന്ന് പറയുന്നത്. ഇതേപോലെ കണ്ണ് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എന്തോ ഒരു രോഗം അവിടെ ഉണ്ട് എന്ന് കാണിക്കാനാണ് ആ പിന്നെ ചെരിഞ്ഞ നോട്ടം. അതുകൊണ്ടാണ് രണ്ട് വിഭാഗത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അന്നദുറു സഹ്മും മിൻ സിഹാമി ഇബ്ലീസ മസ്മൂം എന്ന് പറഞ്ഞില്ലേ? ഇബ്ലീസിൻ്റെ വിഷം ചേർക്കപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് മനുഷ്യൻ്റെ നോട്ടം എന്ന് പറയുന്നത്. എന്തിനാ വിഷം ചേർക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ? മസ്മൂം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? വിഷം ചേർന്നാൽ എന്താ? ഒരു അമ്പ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അമ്പിൻ്റെ മേത്ത് പറ്റിയാൽ എന്താ ഉണ്ടാവുക? അവിടെ ഒരു മുറിവ് ഉണ്ടാവുള്ളൂ. ആ അമ്പിൽ വിഷം ഉണ്ടെങ്കിലോ ആ മുറിവിൽ മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് എത്തും. ഇതേപോലെ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും നോട്ടം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അത് തകരാറിലാക്കും. അതുകൊണ്ടാണ് ആ നോട്ടത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇത്ര ഗൗരവത്തിൽ പറയാനുള്ള ഇത്. മുജാഹിദ് റഹ്മത്തുള്ളാ പറയുന്നത് കാണാം, ഒരു സ്ത്രീ മുന്നോട്ടാണ് പോണതെങ്കിൽ പിശാച് അവളുടെ തലയുടെ ഭാഗത്തിങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് ആ പിശാച് അവളെങ്ങനെ മൂടിയാക്കി കാണിച്ചു കൊടുക്കും എന്നാ. തലയുടെ ഭാഗത്ത് ഇരുന്നിട്ട് അത് നോക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ മൂടിയാക്കി കൊടുക്കും. ഇനി പിശാച് ആ പെണ്ണ് പിന്നോട്ടാണ് പോകണമെങ്കിൽ, തിരിഞ്ഞു പോവുകയാണെങ്കിലോ അവളുടെ പിന്നെ മുതുകിൽ, അവളുടെ ബാക്ക് ഭാഗത്ത് പിന്നെ ആ പിശാച് ഇരിക്കും. എന്നിട്ട് ആ പെണ്ണിനെ നോക്കുന്നവനും ഭംഗിയാക്കി കൊടുക്കും എന്ന് മുജാഹിദ് റഹ്മത്തുള്ളാ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ ഇമാം തുർമദി നബ്ഹാൻ മൗല ഉമ്മു സലമ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറയാം, മൈമൂന റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം കടന്നു വന്നു. ആരാണ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം എന്ന് പറയുന്നത്? കണ്ണുപൊട്ടന അല്ലേ? കണ്ണുപൊട്ടന ആമയാണ്. അപ്പോൾ ആരാ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം എന്ന് പറയുന്നത്? പ്രഗൽഭ സഹാബിയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കൂടെ ബാങ്ക് കൊടുത്തിരുന്ന വ്യക്തിയാണ് ആര്? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം എന്ന് പറയുന്നത്, മുഅദ്ദിനും കൂടിയാണ്. അപ്പോൾ ആ സ്വഹാബി കടന്നു വന്നപ്പോൾ പിന്നെ ആര്? മൈമൂന റളിയല്ലാഹു അൻഹു നോക്കാൻ ഇടവരും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാ നോക്കിയത്? അള്ളാഹിൻ്റെ റസൂലെ, അത് കണ്ടോട്ടനല്ല, ഇന്നെ കാണൂലല്ലോ. അള്ളാഹിൻ്റെ റസൂലെ, ആ ഉമ്മു മക്തൂം ഇന്നെ കാണോ? ഇന്നെ കാണൂല.
അപ്പം അവിടെ മറ്റൊരു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോടും മൈമൂന റളിയല്ലാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കാണ്, അഫ അംയാവാനി അൻതുമ അലസ്തുമാ തുബിസ്റാനിഹി, നിങ്ങൾ രണ്ടാളും കണ്ണൊട്ടന്മാരാണോ, നിങ്ങൾ രണ്ടാളും അയാളെ കാണൂലേ എന്ന് ചോദിച്ചു എന്നാ. അപ്പം കണ്ണ് പൊട്ടനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, കണ്ണ് തുറിച്ച് നോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന എന്ന് പ്രത്യേകം പറഞ്ഞത്. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് പറയാൻ എന്ത്, വയഹ്ഫളിന ഫുറൂജഹുന്ന, നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. ആണുങ്ങളെ പറ്റി പറഞ്ഞപ്പം അത് രണ്ടും എന്തുകൊണ്ട് അറ്റാച്ച് ചെയ്ത് പറഞ്ഞു എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ഇനി വലാ യുബ്ദീന സീനത്തഹുന്ന, എന്തുകൊണ്ടാ വയഹ്ഫളിന ഫുറൂജഹുന്ന എന്ന് കണ്ണ് താഴ്ത്തിനോടുത്ത് അല്ലാഹു തആല കൊണ്ടുവരാൻ കാരണം എന്താ? വേശ്യാവൃത്തിക്ക് ആദ്യം അതിനെ ഉത്തേജിപ്പിക്കുന്നത് എന്താ? ഈ കണ്ണാണ് അല്ലേ, നോട്ടമാണ്. അതുകൊണ്ട് അല്ലാഹു തആല അത് രണ്ടുമായി അറ്റാച്ച് ചെയ്ത് പറഞ്ഞത്. പിന്നെ പറയാം വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ. എന്താ വലാ യുബ്ദീന എന്ന് പറഞ്ഞാല്? ബദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബദ, ആ പദം ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ബദ ബദ എന്ന് പറഞ്ഞാല് ലഹറ എന്നാണ് അർത്ഥം. എന്താ ഈ ലഹറ? ആ പ്രകടമായി. അബ്ദ എന്ന് പറഞ്ഞാലോ? അബ്ദ എന്ന് പറഞ്ഞാലോ എന്താ? വെളിവാക്കി. എന്താ തമ്മിലുള്ള വ്യത്യാസം? ബദ അബ്ദ, ലഹറ അൽഹറ, എന്താ വ്യത്യാസം? എന്ത് പറഞ്ഞോളി, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞോളി. എന്താ ഉള്ളത്? വെളിവായി എന്ന് പറയുന്നതും വെളിവാക്കി എന്ന് പറയുന്നതും എന്താ? ആ എന്ന് പറഞ്ഞാൽ മുതഅദ്ദിയാണൊന്ന്, മറ്റത് ലാസിമാണ് അല്ലേ? അതിനെന്താ പറയല്? നിങ്ങളെന്താ പഠിച്ചതിന്? മുതഅദ്ദി എന്നുള്ളതിന് ട്രാൻസിറ്റീവ് വെർബ്, ലാസിം എന്നുള്ളതിന് ഇൻട്രാൻസിറ്റീവ് വെർബ് അല്ലേ? സകർമകം അകർമകം, അതാണ് മലയാളം. സകർമകം അകർമകം. ഇനിയിപ്പോൾ വിഷയം അതൊന്നല്ല. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സകർമകക്രിയയും അകർമകക്രിയയും ഇവിടെ വലാ യുബ്ദീന അല്ലേ? പിന്നെ എന്താണ്? സകർമകക്രിയയാണ്, മുതഅദ്ദിയായ ക്രിയയാണ്, ട്രാൻസിറ്റീവ് വെർബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അതിൽ എന്തുണ്ടാവും? അപ്പം എന്തുണ്ടാവും? വെളിവാക്കി എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? അത് ആക്കണ ആളത്തൊരു പ്രയത്നം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഞാനിപ്പം ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ എൻ്റെ അടുത്ത് നിന്നൊരു പ്രവർത്തനമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. എന്താ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയോളൂ എല്ലാവരും അല്ലേ, എൻ്റെ അടുത്ത് നിന്നൊരു പ്രവർത്തനമുണ്ട്. എന്നാൽ ഞാൻ എവിടെയോ ഇരുന്ന് ഞാൻ വീണ്, അപ്പം ഇതൊക്കെ പാടെ പൊങ്ങിപ്പോയി, നിങ്ങൾ കണ്ട്. അതോ അതിൻ്റെ അടുത്ത് നിന്നുള്ള മനസ്സിനുണ്ടോ പിന്നിൽ? ഇല്ല. എൻ്റെ പ്രവർത്തനം ഉണ്ടോ? ഇല്ല. അത് ആകസ്മികമായിട്ടാണ്. അതാണ് ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് തമ്മിലുള്ള വ്യത്യാസം. അഥവാ ബദ എന്ന് പറയുമ്പോൾ അത് സ്വയം വെളിവാവുകയാണ്. അബ്ദ എന്ന് പറയുമ്പോൾ അതിലെൻ്റെ പ്രവർത്തനമുണ്ട്, എൻ്റെ ഉദ്ദേശവുമുണ്ട്. അപ്പം അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞത്? വലാ യുബ്ദീന, പെണ്ണുങ്ങളെ എന്ത് ചെയ്യരുത്? നിങ്ങൾ പ്രകടമാക്കരുത്. എന്തിനെ? സീനത്തഹുന്ന, നിങ്ങളുടെ ശരീര സൗന്ദര്യത്തെ, നിങ്ങളുടെ സീനത്തിനെ. അള്ളാഹു അവർക്ക് നൽകിയ ഒരുപാട് സീനത്തുണ്ട്, ഒരുപാട് അലങ്കാരമുണ്ട്, ശാരീരിക ഭംഗിയുണ്ട്. അത് അവർ ഉദ്ദേശത്തോടു കൂടി, നിയ്യത്തോടു കൂടി അതിന് പണിയെടുത്തിട്ട് എന്ത് ചെയ്യരുത്? അത് നിങ്ങൾ പുറത്ത് കാണിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അതിനോട് അറ്റാച്ച് ചെയ്ത് പറഞ്ഞു നോക്കി, ഇല്ലാമാ ലഹറ മിൻഹ, സ്വയം വെളിവായതൊഴികെ. കണ്ടങ്ങൾ, അത് അവിടെ ആ സ്ത്രീയുടെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ട് അവിടെ? പിന്നെ ചിലപ്പോൾ കാറ്റടിച്ചപ്പോൾ വെളിവായതായിരിക്കും. അങ്ങനെയൊക്കെ വരൂലേ? ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ അപ്പം ആണും പെണ്ണും ഒക്കെ ഉണ്ട്, ആക്സിഡൻ്റ് ഒക്കെ പറ്റി അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ആക്സിഡൻ്റ് എവിടെയും പോയി കണ്ടണോ? കാണേണ്ട കാഴ്ച തന്നെയാണ് അല്ലേ? ആ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. വയനാട്ടിലൊക്കെ പോയി ആക്സിഡൻറ്റ് ഒന്ന് കണ്ടു നോക്കി. അപ്പം ശരിക്കും നമുക്കിടെ
അവിടെ എന്തുണ്ടാവില്ല, അവരുടെ പ്രവർത്തനം മൂലമല്ല, അത് അവരറിയാതെയാണ്, അവർക്ക് അങ്ങനെ ഒരു നിയ്യത്തുമില്ല. അത് പ്രശ്നമല്ല. മറിച്ച് അള്ള നൽകിയ മോടിയുണ്ടല്ലോ, അള്ള നൽകിയ ഭംഗി, അള്ള നൽകിയ ശാരീരിക അലങ്കാരം, സ്ത്രീക്ക് പുരുഷനേക്കാൾ അലങ്കാരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വേറെ യുക്തിയുണ്ട്. ആ അലങ്കാരം നിങ്ങൾ എന്ത് ചെയ്യാതെ അള്ള നൽകിയത് നിങ്ങൾ അവിടെ മറച്ചു വെച്ചാൽ മതി. അത് കാണിച്ചു കൊടുക്കേണ്ടവർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അന്യ പുരുഷന്മാർക്ക് നിങ്ങളത് കാണിച്ചു കൊടുക്കരുത് എന്നാണ് അള്ളാഹു തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ പ്രത്യേകം പിന്നെ പ്രകടമാക്കരുത് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്, മനസ്സിൽ ഒരു കസ്തുണ്ട്, അത് ഒരു ഉദ്ദേശമുണ്ട്. അതോടൊപ്പം അതിനു വേണ്ടി പിന്നാമ്പുറത്ത് പണിയെടുക്കണമുണ്ടാവും അല്ലേ. അള്ളത് എത്ര കാലം മുമ്പ് പറഞ്ഞതാ, ആലോചിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയാൻ വേണ്ടി എത്ര കാലം മുമ്പ് പറഞ്ഞാൽ 1400 വർഷങ്ങൾക്കധികം മുമ്പ് അല്ലേ. ഇന്ന് പച്ചയായി നമ്മളിങ്ങനെ കാണാൻ എങ്ങനെ ഇപ്പം നമ്മളെ സഹോദരിമാർ നടക്കുന്നത് ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. ആണുങ്ങൾ ചിലപ്പോൾ അതിലൊന്നും വലിയ ഇതൊന്നും വെക്കൂല. പക്ഷേ നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരിമാർ എങ്ങനെയാണ് ഇന്ന് അവർ നടക്കുന്നത്? ആ പ്രകടിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഏതെങ്കിലും ഒഴിവുണ്ടോ? ആലോചിച്ച് വെക്കുന്നുണ്ടോ? അന്യർക്ക് കാണാൻ പാടില്ലാത്തത് മുഴുവനാണെന്നാ ശരിക്ക്, മുഴുവൻ ഭാഗങ്ങളും. എന്നാൽ ചില പണ്ഡിതന്മാർ മുഖവും മുൻകൈയും ഒഴിച്ച് എന്ന് പറയുന്നത് കാണാം. അതാണ് ഇല്ലാമാ ലഹറ മിൻഹ, ഇല്ലാമാ ലഹറ മിൻഹ, മുഖവും മുൻകൈയും ഒഴിച്ച് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ആ മുഖവും മറിക്കണം മുൻകൈയും മറക്കണം എന്നുള്ളതാണ്. എങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസം വന്നത്? എന്താണ് ഈ അഭിപ്രായ വ്യത്യാസത്തിനുള്ള കാരണം? എന്താ ആർക്കറിയാം? എന്താ അഭിപ്രായ വ്യത്യാസത്തിനുള്ള കാരണം? ആദ്യ കാലഘട്ടത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിക്കുന്ന ആദ്യ കാലഘട്ടത്ത് ഏത് സൂറത്തുൽ അഹ്സാബിലെ ഒരായത്തുണ്ട്, യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ, കുല്ലി അസ്വാജിക വ ബനാതിക, നിന്റെ ഭാര്യമാരോടും പെൺമക്കളോടും നീ പറയണം, വ നിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുടുവസ്ത്രം അവർ താഴ്ത്തിയിടട്ടെ എന്ന് പറയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിറങ്ങി ബാധിച്ചാണ്. അപ്പോൾ രണ്ടും ഇല്ലാമാ ലഹറ മിൻഹ എന്നിടത്ത് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് രണ്ട് റൂട്ടിലാണ്. ഒന്ന്, ആദ്യ കാലഘട്ടത്ത് അവർ മുഖവും മുൻകൈയും ഒഴിവാക്കി ബാക്കിയൊക്കെ മറച്ച് നടന്നിരുന്നു. ചിലപ്പോൾ തലയും ഒന്നും മറക്കൂല, അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നീട് എന്തു വന്നോ, ഈ ആയത്ത് അവതരിപ്പിച്ചതോടുകൂടി ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഭർത്താവിൻ്റെ മുന്നിലല്ലാതെ അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ താഴെ ആ ആളുകളുടെ മുന്നിലല്ലാതെ ബാക്കിയൊക്കെ മറക്കണം. മാ ലഹറ മിൻഹ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ സീനത്തുല്ലാഹിറായ പ്രകടമായ ആ പിന്നെ സീനത്തില് രണ്ട് അഭിപ്രായക്കാരാണ് സലഫുകളായ പണ്ഡിതന്മാർ. അതിൽ ഒന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തോട് യോജിക്കുന്ന ആളുകളുടെയും അഭിപ്രായം ഹിയ മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞാൽ അവർ ധരിക്കണ വസ്ത്രം തന്നെയാണെന്നാ, മുഖവും മുൻകൈയും അല്ലാന്നാ, അവർ ധരിക്കണ വസ്ത്രമാണ്. എന്നാൽ തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന അല്ലാമ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും കൂട്ടരും പറയണത്, അവര് പറയണത് മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞാൽ അത് മുഖവും മുൻകൈയുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പൊ എങ്ങനെ രണ്ട് അഭിപ്രായം വന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആയത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ്, ഏത് സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങനെ അവർ ധരിച്ചിരുന്നു. ആ സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അവർ ഒഴിവാക്കുകയും ചെയ്തു. ഇനി ഏറ്റവും ഇതൊക്കെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും നല്ലത് മുഖവും മുൻകൈയും മറക്കൽ തന്നെയാണ്. ഒരു സ്ത്രീ മുഖം
ഒരു സ്ത്രീയുടെ മുഖം ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. ചിലപ്പോൾ ചില സംഗതികൾക്കൊക്കെ കാണേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പം വഴി അന്വേഷിക്കുക, ആരാണിപ്പോൾ ചോദിക്കണത് എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അത്യാഹിത രംഗം ഉണ്ടാവും. അങ്ങനെയുള്ള ഏതെങ്കിലും രംഗത്ത് ചിലപ്പോൾ നമുക്ക് നോക്കേണ്ടി വരും. അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, കാരണം ഇത് മുഖവും മുൻകൈയും ഒക്കെ മറക്കണം എന്ന് പറയുന്നത് അന്യ സ്ത്രീയുമായി ഒഴിഞ്ഞിരിക്കാൻ ചിലപ്പോൾ പിന്നെ അവസരം വരും. ഈ അങ്ങനെ ഒഴിഞ്ഞിരിക്കാനുള്ള അവസരം വരുമ്പോൾ എന്തുണ്ടാവും? അവിടെ പിശാച് കയറി വരും, ആപത്തുണ്ടാവും, വിപത്തുണ്ടാവും, വ്യഭിചാരത്തിലേക്ക് മനുഷ്യന്റെ ചിന്തയെ കൊണ്ടുപോകും, ഫിത്ന ഉണ്ടാവും. അപ്പൊ ഫിത്ന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? മുഖവും മുൻകൈയും മറക്കുക. അതാണ് റാജിഹായ അഭിപ്രായം. സമൂഹത്തിന് ഏറ്റവും മസ്ലഹത്തായതും അത് തന്നെയാണ് എന്നാണ്. എന്നാൽ ചിലപ്പോൾ ഒരു സ്ത്രീനെ പെണ്ണാണാൻ വന്നു, ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഹറമിൻഹ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ നടന്നു പോകേണ്ടി വരും. ആ നടന്നു പോകുമ്പോൾ എല്ലായിടത്തും ചിലപ്പോൾ അത് താഴ്ത്തിയിട്ടാൽ ചിലപ്പോൾ കുണ്ടും കുയ്യൊന്നും കാണൂല. അങ്ങനെയൊക്കെ അവസരം വരാം അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഉംറക്കോ ഇതിനൊക്കെ പിന്നെ നമ്മൾ ഹജ്ജിനൊക്കെ പോയി, എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു. അവിടെ 10,000-കണക്കിന് സ്ത്രീകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആ നിക്കാബ് പൊക്കി വെക്കാം എന്നുള്ള. അപ്പൊ ഇങ്ങനെ ലറൂറത്തിന്റെ അവസരത്തിൽ എന്ത് ചെയ്യാം? നിക്കാബ് പൊക്കി വെക്കാം. അതാണ് ഇല്ലാ മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇല്ലാ മാ ലഹറ മിൻഹ എന്ന് പറയുന്നത് മുഖവും മുൻകൈയുമാണ് എന്നും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ളവർ അങ്ങനെ പറയുന്നു. മറ്റതോ പിന്നെ എല്ലാ ഭാഗവും മറക്കണം, എന്നാലും മറച്ചാലും ചിലപ്പം ഒരു ജീനത്തുണ്ടാവുമല്ലോ അല്ലേ? ഇന്നത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ ഇപ്പം എല്ലാം മറിച്ചാലും ഒരു ജീനത്തുണ്ടാവില്ലേ? ഉണ്ടാവും. ആ അലങ്കാരമാണ്, അത് പ്രശ്നമല്ല. ആ വസ്ത്രം ധരിച്ചിട്ട് വരുന്ന ഒരു ജീനത്തുണ്ടാവില്ലേ? അത് പ്രശ്നമല്ല എന്നതാണ് ഇല്ലാ മാ ലഹറ മിൻഹ. അതാണ് സിയാബ്, അത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും. അപ്പം വലായുബ്ദീന ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വലായുബ്ദീന, മനസ്സിൽ നിന്ന് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. അപ്പൊ ആ മനസ്സിൽ നിന്നൊരു അതിനുള്ളൊരു ഇതിൻ്റെ സീനത്ത് വെളിവാക്കാനുള്ള ഒരു ഉദ്ദേശവും വേണം, അതിനുള്ള ചെറിയ പണി എടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിനാണ് ഇസ്ലാം കർശനമായി എതിർക്കുന്നത്. വലായുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ. ഇനി അടുത്ത് പറയുന്നത് വൽയദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന. എന്താ വല്യദ്രിബ്ന? എന്താ ലറബാർ നമ്മൾ പഠിച്ച അർത്ഥം? ലറബാറിന് എന്താ? ലറബാറിന് എന്താ? നിങ്ങളിപ്പോ ആ പഠിച്ച അർത്ഥം പറഞ്ഞേരി. ലറബ അടിച്ചു അല്ലേ? ഇവിടെ വല്യദ്രിബ്ന എന്ന് പറഞ്ഞാൽ എന്താ? അവര് അടിക്കട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ക്ലാസ്സിലാ, പറഞ്ഞോളി. പിന്നെ എന്തിന് വല്യദ്രിബ്ന എന്ന് പറഞ്ഞാൽ എന്താ? യദ്രിബ്ന അടിക്കണ. ഇവിടെ മുഖമക്കന താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞല്ലോ. മുഖമക്കനകൾ അവർ താഴ്ത്തിയിടട്ടെ. എന്താ ഇപ്പൊ താഴ്ത്തിയിടുക എന്നുള്ളതിന് ശരിക്കും എന്താ അറബി പറയാ? താഴ്ത്തിയിടുക എന്നുള്ളതിന് ശരിക്കും എന്താ പറയാ? അറബി എന്താ? അസ്ദലാന്ന. താഴ്ത്തിയിട, ഒരു വിരി ഇങ്ങോട്ട് താഴ്ത്തുന്നതിന് അസ്ദലാന്ന. അതാണ് പറയേണ്ടത്. ശരിക്കും നമ്മൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തതനുസരിച്ച് അസ്തല. ഇപ്പോൾ സ്റ്റേജിലൊക്കെ വിരി താഴ്ത്തിന്നറിയില്ലേ, കർട്ടൻ താഴ്ത്തിന്നറിയില്ലേ, അവിടെ ഉപയോഗിക്കണ പദം ഏതാ? അസ്ദല, സദല അല്ലേ? എന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഖുർആൻ ഉപയോഗിച്ചത് അതല്ല. വൽ യദ്രിബ്ന, അവർ താഴ്ത്തിയിടട്ടെ. എന്ത് ലറബ ഉപയോഗിക്കാൻ കാരണം? ലറബ അടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കൽ എങ്ങനെ ഉണ്ടാവും? എന്താ ഉണ്ടാവുക? ശബ്ദം മാത്രം. ഞാൻ ഇപ്പം നൗഫലിനെ അടിക്കാൻ പോവാ, എങ്ങനെ ഞാൻ പോവാ? ഓക്കെ, പിന്നെ
എൻ്റെ ശക്തിയൊക്കെ പാടെ കൂടിയിട്ട് അങ്ങോട്ട് വെക്കല. അടി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ കയ്യോ അല്ലെങ്കിൽ എൻ്റെ വടിയോ നല്ല ശക്തി ഉപയോഗിച്ചിട്ട് അയാളുടെ മേളിലാണ് വെക്കുക. അടിയൊരു വെക്കല അല്ലേ? അടി എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഇതിന് അടിയെന്നറിയോ? ഇല്ല, ഞാൻ എൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ച് ശുദ്ധത്തോടു കൂടി ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൻ്റെ മേൽ വെക്കണേനാണ് എന്താ പറയുക? അടിക്കുക എന്ന് ലറബ എന്ന് പറഞ്ഞതാ. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൻ്റെ മേൽ ശുദ്ധത്തോടു കൂടി. ശുദ്ധത്തുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം എനിക്ക് പ്രഷറൊക്കെ ഇട്ട് വേണം. എൻ്റെ രക്തം നേരത്തെ കാട്ടിൽ കിട്ടും. എന്താവും? കൂടുതൽ ഒഴുകും അല്ലേ? കൂടുതലായിട്ട്. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? സാധാരണ നോർമൽ ആവുമ്പോഴുള്ള ആ രക്തത്തിൻ്റെ ഓട്ട ആണോ ഞാൻ ഇയാളെ അടിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകനെ അടിക്കാൻ പോകുമ്പോൾ? അല്ല, വ്യത്യാസം ഉണ്ടാവും. ആ വികാര വിചാരത്തിനും എൻ്റെ ശക്തിക്കൊക്കെ ഇപ്പോഴുള്ള പവറല്ല അടിക്കുമ്പോൾ ഉണ്ടാവുന്ന പവർ. അപ്പം അതെന്താ മനസ്സിലാക്കേണ്ടത്? പിന്നെ മെല്ലെ അങ്ങോട്ട് തോണ്ടിയിട്ടാ പോരാ, മറിച്ചെന്ത് വേണം? ശക്തിയോടുകൂടി പവറോടുകൂടി എന്ത് ചെയ്യണം? ആ മുഖമക്കനെ താഴ്ത്തണം അല്ലേ? അപ്പം അവിടെ എന്തുണ്ട്? നല്ല ആ ഉദ്ദേശശുദ്ധി വേണം. 2, ആ ശക്തിയോട് കൂടി തന്നെ ആ മുഖമക്കനെ താഴ്ത്തിയിടണം. മെല്ലെ തോണ്ടി വെച്ചാൽ പോരാ. തോണ്ടി വെച്ചാൽ എന്താ? ഇന്നത്തെ മുഖമക്കനൊക്കെ എന്താ? കാറ്റടിക്കുമ്പോൾ ഫ്ലും പറഞ്ഞാൽ അതാണ് പറന്നു. അയാതി അത്ര കട്ടിയില്ലാത്ത സാധന. അപ്പം അല്പം കട്ടിയുള്ള ശക്തിയുള്ള ശരിക്ക് ശുദ്ധത്തോടു കൂടി തന്നെ ആ മുഖമക്കനെ താഴ്ത്തിയിടണം എന്നതുകൊണ്ടാണ് അള്ളാഹു താല എന്ത് ഉപയോഗിച്ചത്? വല്യദിരിബിന ബിഹുമരീൻ. ഇന്നത്തെ തട്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഓരോ പദപ്രയോഗവും നമ്മൾ ഇന്നിങ്ങനെ പച്ചയായി കാണുക കണ്ണുകൊണ്ട് അല്ലേ? ഓരോ പദപ്രയോഗവും പച്ചയായിട്ട് നമ്മൾ കാണുകയാണെന്ന് കണ്ണുകൊണ്ട്. ഇന്നത്തെ തട്ടം ഏതാ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏതാ? കാറ്റില്ലെങ്കിലും പറന്നു പോണേ ആദ്യ തട്ട അല്ലേ? കാറ്റ് വേണമെന്നൊന്നുമില്ല. ഒരാളതിലൂടെ പോയാൽ മതി, ആട് വീണോ. ആ രൂപത്തിലുള്ളത് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നതിനാണ് എന്തിന്? വല്യദിരിബിന ബിഹുമരി. ഹുമുറ് പറഞ്ഞാൽ എന്താ? ഹുമുർ ഹംറ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും. എന്താ ഹംറ്? മദ്യം, എല്ലാവർക്കും അറിയും. അതിനാണ് എന്താ? ഹിമാർ. എന്താ? ഹിമാറല്ല കേട്ടോ, ഹിമാർ കൈതയാണ്. ഹിമാർ തട്ടം, മക്കന എന്നൊക്കെ അതിന് വരാം. അതിൻ്റെ ബഹുവചനമാണ് ഇത്. ഹിമാറിൻ്റെ ബഹുവചനമാണ് ഹിമാറല്ല, ഹിമാർ. ഹിയാർ ഓർത്താൽ മതി, ഖൈർ ഓർത്താൽ മതി അല്ലേ? ഹിമാർ അതിൻ്റെ ബഹുവചനാണ് ഇത് ഹുമുർ. ഹുമുർ എന്നത് അതിൻ്റെ ബഹുവചനാണ്. അപ്പം തട്ടങ്ങൾ. അപ്പോൾ വല്യദിരിബിന ബിഹുമരിഹിന്ന, അവരുടെ പിന്നെ ശിരോവസ്ത്രം, തലക്കിടണതില്ലേ ആ വസ്ത്രം ഇവിടെ എന്തുണ്ടാവും? ഇതിങ്ങനെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവൂലേ? ഞാൻ ടോലെ പോലെ ഇടുക അല്ല, ഇങ്ങനെ ഇടണോലും ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തുണ്ടാവും? ഒരു ഫതഹത്ത് ഉണ്ടാവും, ഒരു തുറവുണ്ടാവും അല്ലേ? പിന്നെ പല രാജ്യത്തും പോക്കറ്റ് ഉള്ളിക്കാണ്ടാവുക, ഇതുപോലെ ഉള്ളിക്കാണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ളിക്കുള്ള ആ ഫതഹത്തിനാണ് ഈ കീറലിന്. ഇപ്പം ഇവിടെ പോക്കറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു കീറലുണ്ടാവും. ഈജിപ്തുകാരൊക്കെ ഡ്രസ്സ് പരിശോധിച്ച് നോക്കിയാൽ മതി നിങ്ങൾ അല്ലേ? ആ ഫതഹത്തിനാണ്, ആ തുറന്ന സ്ഥലമല്ലേ? ഇവിടെയൊക്കെ ഒരു തുറന്ന സ്ഥലം ഉണ്ടാവില്ലേ, മാലക്കിടുന്ന സ്ഥലം? ആ തുറന്ന സ്ഥലത്തിനാണ് എന്ത് പറയണത്? ജയ്ബ്, ജിയൂബ് എന്ന് പറയുന്നത്. ജയ്ബ് എന്നാണ് അതിൻ്റെ സിംഗുലർ, ജിയൂബ് എന്നുള്ള ബഹുവചനം. അപ്പോൾ വല്യദിരിബിന ബിഹുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ശിരോവസ്ത്രം അവരുടെ മാറിടത്തിന്മേൽ എന്തിനാ അലാ ജുയൂബിഹിന്ന പറഞ്ഞത്? അല എന്തിനാ പറഞ്ഞത്? ഇന്ന് ചില വളവന്മാർ വരുമെന്ന് പഠിച്ചവനറിയാം. ഇന്നത്തെ സ്ത്രീകളുടെ ചില ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ചിറക്, എന്നിട്ട് ആ ഡ്രസ്സ് ഇങ്ങനെ വെക്കുന്ന ഇവിടെ ഒരു ഒഴിവുണ്ടാവും, എന്നിട്ട് തലയെ തട്ടൂല, എന്നിട്ട് നമ്മൾ കുടല്ലേ അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പുതിയ മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ട് ഇപ്പം, ഒട്ടിടും, ഇതിലൂടെ ഇടൂല. അപ്പോൾ ആ സമ്പ്രദായം അങ്ങനെ വന്നതായിരിക്കാം. അപ്പോൾ അതിനെ എതിർക്കാണ് ഇത്, അത് പാടില്ല. വല്യദിരിബിന ബിഹുമരിഹിന്ന അലാ ജിയൂബിഹിന്ന, അവരുടെ ശിരോവസ്ത്രം അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ. പിന്നെ പറയാം
വലായുബ്ദീന സീനത്തഹുന്ന, അവരുടെ അലങ്കാരം അവർ വെളിവാക്കരുത് എന്ന് വീണ്ടും അല്ലാഹു തആല പറയാൻ. എന്തുകൊണ്ടാണത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സീനത്ത് പുരുഷൻ എവിടെ ആയിരിക്കും? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എവിടെ ആയിരിക്കും? മുഖം. പിന്നെ മുഖം. ഓക്കെ, പിന്നെ നിങ്ങളൊക്കെ ആദ്യം എടുക്കാൻ നോക്കുക. ചിരിച്ചാതെ എന്ന് പറഞ്ഞു നോക്കിയാണ് ആദ്യം നിങ്ങൾ. ഞാനൊരു 25-കാരനാ, ഞാൻ എവിടെ നോക്കുക ആദ്യം? എവിടേക്കായിരിക്കും? 25 ആവണമെന്നില്ല അല്ലേ? ഏതും ആയിക്കോട്ടെ. സാധാരണ നിലക്ക് എവിടെ നോക്കുക? നോക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അള്ളാഹ്ക്ക് അറിയാതെ, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? ആ ഭാഗത്തിലൂടെ നിങ്ങളുടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ പിന്നെ ശിരോവസ്ത്രം താഴ്ത്തിയിടണം എന്ന് അള്ളാഹു തആല പറയേണ്ടത്. നമ്മളെ സലഫി തട്ടൊക്കെ വരാൻ പോയിട്ട് അടുത്ത കാലത്താണ് നമ്മളെ നാട്ടിൽ വന്നത് അല്ലേ? കുറേ മുമ്പ് ഉണ്ടായിനോ? ഇല്ല. ഒരു ഷാളിങ്ങനെ ചുറ്റും, ഷാൾ ചുറ്റും. ഇന്നിപ്പോൾ സ്ത്രീകളൊക്കെ അത് ധരിക്കണോണ്ട് നാട്ടിലത് വ്യാപകമായി ഒരു വലിയ ബിസിനസ് തന്നെ ആയി മാറിയിട്ടുണ്ട്. അതിന് മാത്രമുള്ള ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് അല്ലേ? പലയിടത്തും ഉണ്ടാവും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല വൽയദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് ഹിക്മത്തുകൾ, രഹസ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അല്ലേ? ഒരു മനുഷ്യന് ഫിത്നയിലേക്ക് കാലെടുത്ത് വെക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗവും കൂടിയാണിത്. അവരവരുടെ പിന്നെ മാറിടത്തിലേക്ക് അവരുടെ ശിരോവസ്ത്രം താഴ്ത്തിയിടട്ടെ. ഇന്ന് സിനിമാ നടിമാരൊക്കെ പർച്ചേസിങ്ങിന് പോകണം. എങ്ങനെ പോണേ? ഓല ആ കളിക്കണ ആ രംഗത്തുള്ള ആ ഡ്രസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഡ്രസ്സാണോ ഇടുന്നത്? നിങ്ങൾ കണ്ടു നോക്കിനോ? ആക്കൊന്ന് കാണണം. എന്തിന്? ഷെറ് എന്താണെന്ന് പഠിച്ചിട്ട് അതിന് രക്ഷപ്പെടാൻ. എങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നത്? എങ്ങനെ? ആർക്കും അറിയില്ല. പർദ്ദ. കറക്റ്റ്, പർദ്ദ ഇട്ടിട്ടാ പോണേ. എന്തുകൊണ്ട്? ഓൽക്കറിയാം ഓല ഓരോ ചലനവും വീക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലേ? ഓല കണ്ണെങ്ങനെയാ? ഓല ഫിംഗറിന്റെ ആ നഖത്ര നീളുണ്ട് അല്ലേ? എങ്ങനെയാണ് നടക്കണത്? ചന്തിക്കെത്ര വിസ്താരമുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഓരോ. ഇതങ്ങട്ടിട്ടാൽ പർദ്ദട്ടാൽ എന്തുണ്ടാവില്ല? ഒന്നും കാണൂല. ആരാപ്പാ ലൂലൂല് വന്ന് പർച്ചേസ് നടത്തിയത്? ഇന്ന ആളാണ്, ആർക്കും അറിയില്ല. ആ ഒരു സെൽഫി തട്ട ആ ജുബ്ബ അല്ലേ? ആലോചിക്കും എത്ര സുരക്ഷിതത്വം. ഇത് ഇന്നത്തെ സിനിമാ നടികൾക്ക് പോലും അറിയാം ഇസ്ലാമിൻ്റെ ജിൽബാബ് എത്ര സുരക്ഷിതം നൽകുന്നു, എത്ര സുരക്ഷിതത്വം നൽകുന്നു എന്നവർക്കൊക്കെ അറിയാം അല്ലേ? ഓരോ മനസ്സിൻ്റെ അകത്തുണ്ട് ഇസ്ലാമിൻ്റെ വസ്ത്രം, ഇസ്ലാമിൻ്റെ നിയമം വളരെ സുരക്ഷിതത്വം നൽകുന്നു എന്ന്. പക്ഷേ എന്ത് ചെയ്യണ? ബിസിനസ് ഡള്ളാവും വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, ആളുകൾ ചില രംഗത്തൊക്കെ അയിഞ്ഞൊഴിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഡ്രസ്സ് ഏതാണ്? വല്യദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന് പറഞ്ഞതാണ്. ആ പർദ്ദ ധരിക്കലാണ് ഏറ്റവും നല്ലത്. മതില്ലേ? നമുക്ക് സമയം ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഇതിൽ വിശദീകരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.